ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു അസ്ലംസ് യൂണിവേഴ്സ്. നമ്മളിപ്പോൾ സലാലേക്ക് പോകുന്ന വഴിക്കാനുള്ളത്. അപ്പോൾ ഇത് നോക്കി എൻ്റെ ബാക്കിൽ ഫുൾ പൊടിക്കാറ്റാണ്. വല്ല അപ്പോകാലിപ്സ് ഒക്കെ നടന്ന മാതിരിയാണ് ഇവിടെ സംഭവിക്കുന്നത്. അത്രയ്ക്കും എന്താ പറയുക, നമ്മൾ വരുമ്പോൾ നല്ല വെയിലുണ്ടായിരുന്നു, 45 ഡിഗ്രി വെയിലുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ നല്ല മഴയായി. ഈ 45 ഡിഗ്രി ഉള്ളത് 39 ആയി, 20 ആയി. ഭയങ്കര മഴയായിരുന്നു. അപ്പം അത് കഴിഞ്ഞിട്ട് പൊടിക്കാറ്റാണ്. നമ്മളൊരു മിനിമം ഒരു 10 കിലോമീറ്റർ എങ്കിലും പൊടിക്കാറ്റിൽ നടന്നിട്ടുണ്ടാവും. അതിനും കൂടുതൽ നടന്നിട്ടുണ്ടാവും, ഓടിച്ചിട്ടുണ്ടാവും. അത്രയ്ക്കും പൊടിക്കാറ്റാണ്. നമ്മൾ സ്ഥലത്ത് 5 മിനിറ്റ് നിർത്തിയിട്ടപ്പോൾ ഫുൾ പൊടിയായിട്ട് നമുക്കൊന്നും കാണുന്നില്ല. അതേപോലത്തെ ഒരു അവസ്ഥയാണ്. അപ്പോൾ സലാലയ്ക്ക് ബൈ റോഡ് വരുന്നവർ ശ്രദ്ധിക്കുക. ഇങ്ങനെല്ലാം ഒബ്സ്റ്റക്കിൾസ് ഉണ്ട്. വണ്ടിയുടെ ഉള്ളിൽ നിന്ന് കാണാൻ നല്ല രസമായിരിക്കും, പക്ഷേ വണ്ടി ഓടിക്കണവർക്കും പുറത്തുനിന്ന് കാണുമ്പോഴും ഭയങ്കര ഡേഞ്ചറാണ്. അത്രയ്ക്ക് അനുകൂലമല്ല കാലാവസ്ഥ. മഴയും പൊടിയൊക്കെ എടുത്താൽ പൊടി വന്നുകൊണ്ടിരിക്കുകയാണ്. അടുത്ത പൊടി വരുമ്പോഴത്തേനും നമുക്ക് സലാല പിടിക്കാം. അപ്പോൾ ബാക്കിയുള്ള വിശേഷങ്ങൾ അവിടെ എത്തിയിട്ടോ അല്ലെങ്കിൽ പോണ വഴിക്ക് എവിടെ നിർത്തിയിട്ടോ പറയാം. ആദ്യം ഈ പൊടിക്കാറ്റിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാം. ഭയങ്കര സീനിക് ബ്യൂട്ടിയാണ്. അപ്പോൾ കാലിപ്സ് അടുത്തേക്ക് വരികയാണ്, നമുക്ക് രക്ഷപ്പെടാം. വായു. എന്ത് ഇത് പഠിച്ചത് എന്തിനാ? പ്രൊട്ടക്ഷന് വേണ്ടിട്ട് പ്രൊട്ടക്ഷൻ നമ്മളെ റമലില്ലേ, അത് വരുമ്പോഴുള്ള പ്രൊട്ടക്ഷൻ. മനസ്സിലായില്ല, ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യും. പിന്നെ ചെയ്തുതരാം, ഇപ്പൊ പറയും. പിന്നെ ചെയ്യാം. അതെന്തിനാ ചെയ്ത സ്പ്രേ അടിച്ചത്? അത് പറഞ്ഞാൽ നമ്മളെ വണ്ടിന്റെ ഒരു എന്തിനാ അത് സെക്യൂരിറ്റി അല്ലേ? ഏതോ ഇത് പ്രൊട്ടക്റ്റീവ്. ഈ പൊടിക്കാറ്റൊക്കെ വന്നു കഴിഞ്ഞാൽ ആ മണ്ണ് അതിലേക്ക് ഈ അടിച്ചതിലേക്ക് ആ അത് എന്താന്ന് ചേരാതിരിക്കാൻ വേണ്ടിട്ടല്ലേ. ഹലോ ഗൈസ്, അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ഹൈമേലാണ്. മസ്കറ്റിൽ നിന്നും 500 കിലോമീറ്റർ താണ്ടി നമ്മളിവിടെ എത്തിയേക്കാണ്. ഇനി നമുക്ക് സലാലേക്ക് ഇനിയും 500 കിലോമീറ്റർ പോവാണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ എക്സാക്റ്റ് സെൻറ്ററിലാണ് നിൽക്കുന്നത്. സലാലയുടെ മസ്കറ്റിൻ്റെ എക്സാക്റ്റ് സെൻറ്ററിലാണ് നിൽക്കുന്നത്. നമ്മളിപ്പോൾ ഇവിടെ റെസ്റ്റ് എടുക്കാനും ഒരു 5 മിനിറ്റ് ചായ കുടിച്ച് ഹോൾട്ട് ചെയ്യാനാണ് വന്നിരിക്കുന്നത്. അത് കഴിഞ്ഞാൽ വീണ്ടും നമ്മളൊരു 500 കിലോമീറ്റർക്ക് യാത്ര ചെയ്യാൻ പോവുകയാണ് ഇൻഷാ അല്ലാ. ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ സ്റ്റേ ചെയ്ത് ഇവിടെ ഇപ്പം നീച്ചിട്ടുള്ളൂ. ഇന്നിപ്പോൾ വെള്ളിയാഴ്ച ആയതുകൊണ്ട് നമ്മൾ നേരത്തെ നീച്ചു. ആക്ച്വലി നമ്മൾ വന്ന് കിടന്നപ്പോൾ 4 മണിയായി. ഇതാണ് നമ്മുടെ റൂം, ഇതാണ് എൻ്റെ ബെഡ്. അപ്പോൾ ഇനി നമ്മൾ നേരെ പള്ളിയിൽ പോവുകയാണ്. പള്ളിയിൽ പോയിട്ടാണ് ബാക്കി കറക്കും. ആക്ച്വലി നമ്മളിവിടെ എന്തിനാണ് വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ പോയി വരാം ടീം അടുത്ത മാസം ഖരീഫ് സീസൺ സ്റ്റാർട്ടായി. അപ്പോൾ അടുത്ത മാസം ഒരു സ്ട്രേഞ്ചർ ക്യാമ്പ് നടത്തുന്നുണ്ട് സലാലേക്ക്, അടുത്ത മാസം ലാസ്റ്റ്. അപ്പോൾ നമുക്ക് ഭയങ്കര തണുപ്പും കാര്യങ്ങളൊക്കെ ആയിരിക്കും ആ സമയത്ത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഡയറക്റ്റ് വന്ന് ഹോട്ടൽസും അല്ലെങ്കിൽ വില്ല കാര്യങ്ങളൊക്കെ നോക്കി ബുക്ക് ചെയ്യാനും ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ പ്രോപ്പറാണെന്ന് ചെക്ക് ചെയ്യാനും വേണ്ടിയിട്ടാണ് ഡയറക്റ്റ് വന്നിരിക്കുന്നത്. അത്രയും എഫേർട്ട് എടുത്തിട്ടാണ് ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ ട്രിപ്പ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഇതിനെത്ര റേറ്റ്, എന്നാണ് പോകുന്നത് എന്നുള്ള എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഇൻസ്റ്റാഗ്രാമിൽ ഇടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും അത് ചെക്ക് ചെയ്തിട്ട് മാക്സിമം വരാൻ നോക്കുക. അടിപൊളി സീസണാണ്. ഇപ്പോൾ തന്നെ നമുക്ക് വരുമ്പോൾ തന്നെ മഞ്ഞും മഴയും എല്ലാം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ സീസൺ ദിവസങ്ങൾ കൂടുന്തോറും സീസൺ പീക്കായിരിക്കും. തണുപ്പും കാര്യങ്ങളൊക്കെ പീക്ക് ലെവലായിരിക്കും. അപ്പോൾ വന്ന് എക്സ്പീരിയൻസ് തന്നെ ചെയ്യണം. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ അടുത്ത പരിപാടികളൊക്കെ കിടക്കാം. ആദ്യം പള്ളിയിൽ പോവാം. അപ്പോൾ ഗൈസ്, നമ്മൾ ഇപ്പോൾ നിസ്കാരമൊക്കെ കഴിഞ്ഞ് നമ്മളിനി അടുത്ത ഫുഡ് കഴിക്കാൻ പോവാണ്. ഫുഡ് കഴിക്കാൻ നമുക്കിപ്പോൾ നമ്മുടെ ഫ്രണ്ടിൻ്റെ ഒരു അളിയൻ ഉണ്ട്. അപ്പോൾ ആളെല്ലാം അവിടെ സെറ്റാക്കി തന്നിട്ടുണ്ട്. ആൾ തന്നെയാണ് ഇന്നലെ നമുക്ക് ഡിന്നറും സെറ്റാക്കി തന്നത്. അപ്പോൾ നമ്മൾ അളിയൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്, നമ്മുടെ ഫ്രണ്ടിൻ്റെ. അപ്പോൾ അവിടെ നിന്ന് നല്ലൊരു ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ ഇനി നമ്മുടെ അടുത്ത പരിപാടികളേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരിക്കും. ഇതാണ് നമ്മുടെ പോയി വരാം കൺവീനർ ആസിഫ് അലി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓരോ കാര്യങ്ങൾ സെറ്റാക്കിയിട്ട് നിങ്ങൾക്ക് വേണ്ടി അടുത്ത മാസത്തെ ആ ട്രിപ്പിന് നിങ്ങൾക്ക് വേണ്ടി എത്രത്തോളം കളറാക്കാൻ പറ്റുമോ അത്രത്തോളം ആൾ പരിശ്രമിക്കുന്നുണ്ട് ഇവിടെ. ആൾ ഇപ്പോൾ ഓൺ ഡ്യൂട്ടി തുടങ്ങി. അപ്പോൾ നമ്മൾ ഓരോ സ്ഥലത്ത് പോയി ഓരോ കാര്യങ്ങളും ബുക്ക് ചെയ്ത് കൺഫേം ചെയ്ത് നമുക്കൊരു എസ്റ്റിമേറ്റ് ഉണ്ടാവും. നമ്മൾ ഇത്ര പേര് വന്നിട്ടുണ്ട് എന്ന ആൾക്കൊരു എസ്റ്റിമേറ്റ് ഉണ്ട്. അപ്പോൾ അത് വെച്ചിട്ടാണ് ഇപ്പോൾ ബുക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മൾ ഈ ട്രിപ്പ് കഴിഞ്ഞതിന് ശേഷം നമ്മളതിൻ്റെ റേറ്റ് കാര്യങ്ങൾ ഡേയ്സ് എത്ര ഡേയ്സ് എന്നാണ് പോണത് എന്നുള്ളതൊക്കെ നമ്മൾ പോസ്റ്റർ വൈസ് സ്റ്റോറീസും പോസ്റ്റൊക്കെ ഇടുന്നതായിരിക്കും. അപ്പോൾ അതൊക്കെ ഫോളോ ചെയ്യുക, എക്സ്പീരിയൻസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഫുഡ് കഴിച്ചിട്ട് വരാം.
എപ്പോഴാണ് ഡ്യൂട്ടി എനിക്ക് നോട്ടിന് വാങ്ങിട്ട് വൈകിട്ടാ എത്ര മണിക്ക്? അതെ, ഇത് നമ്മുടെ ഫ്രണ്ടാണ്. നമ്മൾ അടുത്ത മാസം സ്ട്രേഞ്ചർ ക്യാമ്പ് സലാലേക്ക് ഖരീഫ് സീസൺ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ വില്ലാസും പിന്നെ ഫുഡിൻ്റെ ഒക്കെ കാര്യങ്ങൾ ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നതാ. ഇപ്പോൾ ഞങ്ങളിപ്പോൾ ജബലിൽ പോകണം, സ്പോട്ടൊക്കെ നോക്കണം. അങ്ങനെ ചേച്ചു ഞങ്ങളിപ്പോൾ ഞങ്ങളുടെ ഫ്രണ്ട് ഉണ്ട് വേറെ ആളുടെ അളിയൻ്റെ വീട്ടിൽ നിന്ന് ഫുഡ് വരുന്നതാണ്. എങ്ങനെ പോണു വർക്കൊക്കെ? വ്ളോഗ് നമ്മളെപ്പോഴും ഉണ്ടല്ലോ. സുഹൃത്താണ്. നമ്മൾ കഴിഞ്ഞ സലാല വ്ളോഗിന് വന്നപ്പോഴും നമ്മൾ ഇവനെ പരിചയപ്പെട്ടു, ഇവനെ കണ്ടുമുട്ടി വ്ളോഗ് ചെയ്തതാണ്. ഇപ്രാവശ്യം നമ്മൾ ഇവൻ്റെ അടുത്ത് വന്നേക്കാണ്. അപ്പോൾ ഇവനോട് തന്നെ കുറച്ച് കാര്യങ്ങൾ ചോദിക്കാം. ഇപ്പോൾ ഖരീഫ് സീസൺ വരാൻ പോവാണ്. എന്താണ് ഖരീഫ് സീസൺ എങ്ങനെ നോക്കി കാണുന്നു? സാറാണ് എല്ലാ പ്രാവശ്യത്തിൻ്റെ പോലെ വർക്കൊക്കെ കൂടുമോ? വർക്ക് കൂടുതലുണ്ടാവും. ക്ലൈമറ്റ് എങ്ങനെ ഇവിടേക്കൊക്കെ തണുപ്പ് കിട്ടോ? സെറ്റായിരിക്കും. തിരക്കായിരിക്കും അല്ലേ? തിരക്കുണ്ടാവും. അപ്പോൾ നമ്മുടെ കച്ചവടത്തിൽ എങ്ങനെ എഫക്ട് ചെയ്യും? നല്ല രീതിക്ക് നമുക്ക് മെയിനായിട്ട് പിന്നെ ഖരീഫാണ്, ഇവിടെ സീസണാണ്. പിന്നെ എന്നുള്ള പ്രോഫിറ്റുള്ള ടൈം ഖരീഫാണ്. പിന്നെ പെരുന്നാൾ അങ്ങനെ ഉണ്ട്. ഓക്കെ. അപ്പോൾ ഇവിടെ ഖരീഫിലാണ് എല്ലാവരും അധികം വേറെ ബിസിനസ് കാര്യങ്ങളൊക്കെ സ്മൂത്തായിട്ട് നടക്കുന്നത്, പീക്കായിട്ട് നടക്കുന്നത് ഖരീഫ് സീസണിലാണ്. അപ്പോൾ ഈ സലാലക്കാർ മൊത്തം ഖരീഫ് സീസണിനെ അത്രയ്ക്കും നോക്കി കാണുന്നു അല്ലേ? അതാണ്. താങ്ക് യു. അപ്പോൾ ഗായ്സ് ഇത് കണ്ടില്ലേ, മലകളൊക്കെ പച്ചപ്പായിട്ട് വരുന്നു. നമ്മുടെ നാട്ടിൽ നമ്മൾ മൂന്നാറും വയനാടൊക്കെ പോയൊരു ഫീലാണ്. മലകളൊക്കെ ഇങ്ങനെ പച്ച നിറഞ്ഞ് കാണുമ്പോൾ. ഇത് അയ്യൂബ് നബിയുടെ മലയാണെന്നാണ് പറയപ്പെടുന്നത്. അയ്യൂബ് നബിയുടെ ഇതുണ്ട് തോന്നുന്നു ഇവിടെ, ഖബർസ്ഥാനം ഉണ്ട് അവിടെ. ഇൻഷാ അല്ലാഹ് പറ്റുകയാണെങ്കിൽ അത് പോയി ഒന്ന് കാണണം. പിന്നെ ഇത് നോക്കുക, വ്യൂ നോക്കുക, എന്തൊരു ഭംഗിയുള്ള ലാൻഡ്സ്കേപ്പാണ് ഗൈസ്. ഇത് സീസൺ തുടങ്ങിയിട്ടുള്ളൂ കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ ഇനി ക്യാമ്പിങ്ങിന് വരുമ്പോൾ ഇതൊന്നുകൂടി പച്ചയും നല്ല കോടൊക്കെ ആയിട്ട് നല്ല വൈബായിരിക്കും. ഒരാളും അത് മിസ് ചെയ്യണ്ട. അപ്പോൾ വരാൻ പറ്റുന്നവരൊക്കെ വരിക. എന്താണ് ഇതിനെ പറ്റിയിട്ട് പറയാനുള്ളത്? ഭയങ്കര ഒരു ഇതാണ് കറക്റ്റ് പറഞ്ഞത്. അല്ല നിങ്ങൾ പറയും, നിങ്ങളല്ലേ പറഞ്ഞ് രാത്രി ആയതുകൊണ്ടാണ് പകല് ഞാൻ എനർജിയാന്ന്. ചരിത്രം പറഞ്ഞു. ഇത് അയ്യൂബ് നബി അലൈഹിസ്സലാമിൻ്റെ മക്കാമാണ്. സലാലയിലെ ജബൽ അയ്യൂബിൻ്റെ മുകളിലാണ് നമ്മളുള്ളത്. അയ്യൂബ് നബി അലൈഹിസ്സലാമിനെ കുറിച്ച് നമ്മൾ ചരിത്രങ്ങളൊക്കെ ഖുർആനിൽ കേട്ടിട്ടുണ്ടാവും. അവിടുന്ന് വല്ലാതെ രോഗം മൂർച്ഛിച്ച സമയത്ത് മലമുകളിലേക്ക് വരികയും ഇവിടെ ചികിത്സയും മറ്റു ഇബാദത്തുകളൊക്കെ ആയിട്ട് അദ്ദേഹം ഇവിടെ ജീവിച്ചു. പിന്നീട് അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം ഒരു കുളത്തിൽ വന്നിട്ട് കുളിക്കാൻ പറയുകയും അവിടുന്ന് ഷിഫയായ ചരിത്രം നമ്മൾ ഖുർആനിൽ കേട്ടിട്ടുണ്ട്. ആ കുളം നമുക്ക് ഇവിടെ കുറച്ച് അങ്ങോട്ട് പോയാൽ താഴത്ത് കാണാം. ആ കുളത്തിൽ നിന്ന് കുളിച്ചതിന് ശേഷം രോഗം പരിപൂർണമായി ഷിഫയായിട്ടുണ്ട്. ആ ഒരു ചരിത്ര സംഭവങ്ങൾ ഉറങ്ങുന്നൊരു മണ്ണാണ് സലാലയിലെ ജബൽ അയ്യൂബ്. മാഷാ അല്ലാഹ്. എന്തായാലും ഈ ട്രിപ്പിന് എക്സ്പെക്റ്റ് ചെയ്യാത്ത കാര്യങ്ങളാണ്, നല്ല നല്ല കാര്യങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ കയറി ദുആർന്നപ്പോൾ ഒന്ന് റാഹത്തായി. അപ്പോൾ ഇനിയും ട്രിപ്പുകൾ ഇനിയും ഉണ്ട്, പല സ്ഥലങ്ങളിലും പോകാനുണ്ട്. അപ്പോൾ നമ്മളിവിടുന്ന് അടുത്ത സ്പോട്ടിലേക്ക് പോകുന്നതായിരിക്കും. ഇവിടെ നിങ്ങൾക്ക് വേണ്ട ഇൻഫർമേഷൻ ഉസ്താദ് തന്നു എന്ന് വിചാരിക്കണം. അപ്പോൾ അതും കാണേണ്ട ഒരു എക്സ്പീരിയൻസ് ആണ്. അത് ഒന്നുകൂടി പറഞ്ഞാൽ ചരിത്രം ഒന്നുകൂടി പറയും. പണ്ടത്തെ യമൻ്റെ ഒരു ഭാഗമായിരുന്നു സലാല. അങ്ങനെ ഒമാനിലത്തെ ആൾക്കാർ യമന് ഏറ്റെടുത്തു. ഒമാനിലത്തെ ആൾക്കാർ എങ്ങനെ ഏറ്റെടുത്തു? അവിടുത്തെ ആൾക്കാർ പോരാ, അവിടുത്തെ ആൾക്കാരെ സ്വഭാവം പോരാ. അങ്ങനെ സ്വഭാവം പോരാ. താങ്കൾ ഇതിനു മുമ്പ് ML പോയിട്ടുണ്ടോ? ഇല്ല. പിന്നെ എങ്ങനെയാണ് താങ്കൾ ഒരു അറിയാത്ത കാര്യങ്ങളാണ് താങ്കൾ ഇങ്ങനെ വിളിച്ചു? ആ ഉസ്താദ് പറഞ്ഞു. ഉസ്താദ് അതല്ലല്ലോ പറഞ്ഞു. ഉസ്താദ് ഇതിന്റെ ചരിത്രത്തെ കുറിച്ചല്ല. അല്ല, ഞങ്ങൾ വരുമ്പോൾ കാറിൽ അത് പറഞ്ഞിരുന്നു. എന്ത് പറഞ്ഞു? സത്യത്തിൽ താങ്കൾക്ക് സലാലയെ കുറിച്ച് എന്താ അറിയാം? സലാല എന്ന് പറഞ്ഞാൽ ഈസ് എ പീസ്ഫുൾ പ്ലേസ്. താങ്കൾ എന്തിനാണ് ഇപ്പൊ സലാലിലോട്ട് വന്നത്? ഞാൻ എന്റെ പെങ്ങളെ കാണാൻ. പെങ്ങളെ ഇതിനു മുമ്പ് കണ്ടിട്ടില്ലേ? കണ്ടിട്ടുണ്ട്. സത്യത്തിൽ താങ്കൾ എന്താണ്? ഇവിടുത്തെ ഖരീഫ് സീസൺ ഖരീഫ് ആയിട്ടില്ലല്ലോ. അല്ല, ഞാൻ മുതലായിന്ന് പറഞ്ഞു. ആരായി? ഇതാ നമ്മളെ ഉസ്താദിനോട്. താങ്കൾക്ക് എന്താ ഇതിനെ കുറിച്ച് അറിയില്ലേ? എനിക്ക് പ്രത്യേകിച്ച് അറിയത്തില്ല. എന്ത് ബ്രസീല് 3 ഗോൾ ജയിച്ചു. അതൊക്കെ താങ്കൾക്ക് ഇതിനെ കുറിച്ച് എന്താ അറിയാം? ഒന്നും അറിയില്ല. എന്താ അറിയില്ല.
എനിക്കറിയില്ല. എന്നാലും പറയ്, താങ്കള് എന്ത് കണ്ടിട്ടായിരിക്കും ഇങ്ങോട്ട് വന്നിട്ടുണ്ടാവും? ഞാൻ ഖരീഫ് കാണാൻ വന്നതാണ്. ഖരീഫ് 2 ദിവസം മുമ്പ് തുടങ്ങി എന്ന് പറഞ്ഞു. ഓക്കെ, ആര് പറഞ്ഞു? ആ ഉസ്താദ് പറഞ്ഞു. ഒരു ഉസ്താദ് പറയുമ്പോഴത്തേനും ഓടി വരേണ്ട സ്ഥലമാണോ? അതല്ല. പിന്നെ പിന്നെ നമ്മളിങ്ങനെ നമുക്ക് ഫ്രീ ആയ സമയം ഇതാണ്. അപ്പം നമ്മൾ ഫ്രീ ആയപ്പോൾ വന്ന്. ഇൻഷാ അല്ലാഹ് അടുത്ത പ്രാവശ്യം ഫ്രീ എപ്പോഴാവണം അപ്പം വരും. വന്നിട്ട് ഇങ്ങനെ കണ്ടുപോകും. ആരെ ആരെങ്കിലും കണ്ടുപോകും. ഖരീഫിനെ കണ്ടുപോകും. ആരെങ്കിലും കാണാനാണോ? നമ്മളെ കൂടെ ഇപ്പോൾ ഉസ്താദ് ഉണ്ട്. ഉസ്താദ് കുറെ കാലമായിട്ട് സലാലുണ്ട്. കുറേ കാലമായിട്ടില്ല. കുറച്ച് കാലമായിട്ടുണ്ട്. എന്നാലും സലാല എന്ത് തന്നു? സലാല ഒരുപാട് തന്നു. തന്നത് എന്തൊക്കെയാണ്? സന്തുഷ്ടനാണോ സലാല്? വളരെ സന്തുഷ്ടനാണ്. സലാലാണോ ഇഷ്ടം, മസ്കറ്റാണോ ഇഷ്ടം? സലാലിൽ വന്നവരും സന്തോഷവാന്മാരല്ലായിട്ട് തിരിച്ചു മടങ്ങാറില്ല. അങ്ങനെ ഒരു നാടാണ് സലാല. അങ്ങനെ പറയാനുള്ള കാരണം? സലാല നമ്മുടെ ക്ലൈമറ്റ് നോക്കിയാലും പിന്നെ ഇവിടുത്തെ ജനങ്ങളുടെ സ്വഭാവം ഒക്കെ നോക്കിയാൽ വളരെ നല്ല സ്വഭാവക്കാരാണ്. ഞങ്ങളുടെ മസ്കറ്റിലുള്ള ആൾക്കാരുടെ സ്വഭാവം വളരെ മോശമാണെന്നാണ് പറയുന്നത്. മസ്കറ്റിൽ പല നാടുകളിൽ നിന്നൊക്കെ ചേക്കേറി വന്ന പല കോലത്തിലുള്ള പല ആളുകളുണ്ട്. അപ്പോൾ മസ്കറ്റ് ഒട്ടും ശരിയല്ല എന്നാണ് നമ്മൾ ഉസ്താദ് ഇപ്പോൾ സലാലിൽ നിന്ന് നമ്മൾക്ക് കിട്ടിയത്. ഇത് ബ്രേക്കിംഗ് ന്യൂസ് ആണ്. ഒട്ടും ശരിയല്ല, എല്ലാ നാട്ടിലും ഉണ്ട് കുറെ. ഉസ്താദ് അറിയാതെ പഴയ മദ്രസയിലോട്ട് പോയി തോന്നുന്നു. സലാലിൽ വന്ന് എന്ത് കഴിക്കണം വെച്ചാൽ ഞാൻ പറയും ഇത് കഴിക്കണം. ഇതാണിത്. ഇത് മാംഗോ ഉപ്പിട്ടിട്ട്. ഇവിടുത്തെ കരിമ്പ് ജ്യൂസ് പോരാ, മധുരമില്ല, വിചാരിച്ച മധുരമില്ല. മറ്റേ സാധനം മറ്റേ മുളകിട്ട് മാങ്ങ ഓക്കെയാണ്, പക്ഷെ മുളക് പൊടി ഒക്കെ അല്ല. അത് അങ്ങോട്ടൊന്ന് ചോദിക്കും. എങ്ങനെയുണ്ട് കരിമ്പ് ജ്യൂസ്? ആവാസോ? മാങ്ങ പോരാ. ഐ ഡോണ്ട് ലൈക്ക്. വൈ യു ഡോണ്ട് ലൈക്ക് മാങ്ങ? എന്താ പറയല്, കുറച്ചൊരു എരിവ് കൂടുതലാ. ഐ ഡോണ്ട് ലൈക്ക് എരിവ്. അവൻ കുറച്ച് എരിവുള്ളതാണ്. അളിയൻ്റെ വീട്ടിലത്തെ ഫുഡ് എങ്ങനെ ഉണ്ടായി? നൈസ്. ഷാമിൽ, ഫുഡ് എങ്ങനെ ഉണ്ടായിരുന്നു? അളിയന് വേണ്ടി 2 ദോശ എടുക്കണം. അളിയെ രാത്രി വിളിച്ചിട്ടുണ്ട്, നമ്മളെ ഫുഡ് കഴിക്കാൻ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് രാത്രി അളിയൻ്റെ കൂടെ ആയിരിക്കൂലേ? ഇൻഷാ അല്ലാ. 2 ഒരേപോലത്തെ സൂപ്പർ കാറുകൾ ഇവിടെ നിന്നുണ്ട്. അപ്പോൾ ഗൈസ്, ഇപ്പോൾ ഇതാ ഈ സമയം 5:45 തുടങ്ങി. ഇപ്പോൾ കോടൊക്കെ ഇറങ്ങി വരികയാണ്. ഇപ്പോൾ കോട വരുന്ന ടൈമാണ്. രാത്രിയാകുമ്പോൾ ഇവിടെ ഫുൾ എന്താ പറയുക മൂടി കെട്ടും. ആക്ച്വലി ഖരീഫിൻ്റെ പീക്കായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഈ സമയവും ഫുൾ ഫോഗടിച്ച് നമുക്ക് എന്താ പറയുക റോഡ് കാണാൻ പറ്റില്ല. ഇപ്പോൾ ഖരീഫിൻ്റെ സ്റ്റാർട്ടിങ് ആയിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റേതായ സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ട് ഇതിന്. അപ്പോൾ നമുക്ക് അടുത്ത സ്പോട്ടിലേക്ക് പോവാം. ഇവിടെ നിർത്തി എന്നിട്ട് ഒന്നുകൂടി അതിനെ എടുത്താലോ? എന്താ ഓൾറെഡി മരങ്ങളിലൊക്കെ പച്ചപ്പ് വന്നു തുടങ്ങി ഗൈസ്. ഫുൾ സീനിക് വ്യൂ ആണ്, ബ്യൂട്ടിഫുൾ ലാൻഡ്സ്കേപ്പാണ് ഇവിടെ എല്ലാം ഉണ്ട്. ഇതെങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഫോഗ് ഇങ്ങനെ വരുന്നത് കാണാം. ആക്ച്വലി ഫോഗ് ഇസ് കമ്മിങ്. ഇപ്പോൾ നമുക്ക് തണുപ്പും ഫീൽ ചെയ്യുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അടുത്ത അതായത് ജൂലൈ ലാസ്റ്റോട് വരുമ്പോൾ ഒന്നുകൂടി തണുപ്പും ഗ്രീനറിയും നമ്മുടെ ഒരു നാടൊരു മൂന്നാർ വയനാട് ഫീൽ ആയിരിക്കും ഇവിടെ. ആ കാര്യത്തിൽ ഷുവറാണ്. ഗുഡ്, താങ്ക് യു ഗായ്സ്. ഇത് നോക്കി, ഏത് വൈബ്. ഹൈ റേഞ്ചിൽ വന്ന് PS5 കളിക്കാനും വേണം ഒരു റേഞ്ച്. ഗോൾ. ഇങ്ങനൊക്കെ ഒരു വൈബ് വേണം, ഇങ്ങനെ ഒരു ലൈഫ്. അതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്.
എന്താണ് ഇതിനെ പറ്റി പറയാനുള്ളത്? ഇതൊക്കെ ഒമാനിൽ മാത്രം കാണാൻ പറ്റുന്ന സംഭവങ്ങളാണ്. ഒമാനിൽ എന്ന് പറഞ്ഞാൽ ഒമാനികൾക്ക് മാത്രം പറ്റുന്നൊരു സംഭവമാണ്. കാരണം ഇത്രയും നല്ല കോടമഞ്ഞിൽ ഇങ്ങനെ ഫുട്ബോളൊക്കെ കളിച്ച് PS ഒക്കെ കളിച്ചിട്ട് അടിപൊളിയായിട്ട് ഇരിക്കുക എന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമല്ല. ആ വൈബ് കിട്ടണം തന്നെ സലാലയിൽ വരണം. നമുക്ക് ഇങ്ങനത്തെ കമ്പനിക്കാരെ കിട്ടണം. ഈ വൈബിൽ ഇങ്ങനെ ഇരുന്ന് കളിക്കണേ ഗെയിം. കൂടുള്ള എല്ലാം തന്ത വൈബുള്ള ആൾക്കാരാണ്. ഇങ്ങനത്തെ വൈബുള്ള ആൾക്കാർ കുറവാണ്. ഒരു യാത്രക്ക് വിളിച്ചു കഴിഞ്ഞാൽ പോലും രണ്ടാമത് ആലോചിക്കും. അങ്ങനെ ഒന്നും ആലോചിക്കാതെ യാത്രകൾ ചെയ്യുക, അതേപോലെ ഇങ്ങനത്തെ വൈബിൽ വന്നിട്ട് ഗെയിമൊക്കെ കളിക്കുക, നമുക്ക് ഇഷ്ടമുള്ള പോലെ ജീവിക്കുക. അങ്ങനെ പറ്റുന്ന കുറച്ച് ആൾക്കാരാണ് നമ്മളെ കൂടെ ഉള്ളത്. അതുകൊണ്ട് നമ്മൾ സന്തുഷ്ടന്മാരാണ് അല്ലേ? തീർച്ചയായും. ഞങ്ങൾ സന്തോഷിക്കുന്നത് പറഞ്ഞാൽ വേറൊരു സന്തോഷമാണ്. അത് കുറേ പൈസ കൊണ്ടൊന്നുമല്ല. സ്ഥലങ്ങളൊക്കെ കണ്ട് കുറേ ഫുഡ് അടിച്ച്, ചിലപ്പോൾ ഇതൊക്കെ ജീവിതത്തിൽ ഒരു പ്രാവശ്യമൊക്കെയാണ് ചിലപ്പോൾ കിട്ടുള്ളൂ. ചിലവർക്ക്, എല്ലാവർക്കും കിട്ടിയെന്ന് വരില്ല. കിട്ടുന്ന അവസരങ്ങൾ നമ്മൾ മാക്സിമം യൂസ് ചെയ്യാം, സ്ഥലങ്ങൾ കാണാം അല്ലേ മുയിസ? കിട്ടുന്ന അവസരങ്ങൾ നമ്മൾ കറങ്ങി ലൈഫ് എൻജോയ് ചെയ്യുക. അതാണ് ഗൈസ്. ഇതിൽ കൂടുതൽ ഒന്നും എനിക്ക് പറയാനില്ല. കാരണം ഞാൻ ഇവരെ സംബന്ധിച്ചിടത്തോളം വളരെ കുറവ് ട്രാവൽ എക്സ്പീരിയൻസ് ഉള്ള ആളാണ്. അപ്പോൾ ഓരോ കാര്യങ്ങൾ അത്ഭുതത്തോടെ നോക്കി കാണുന്ന ആളാണ്. അപ്പോൾ എനിക്കൊക്കെ ഇങ്ങനെ ഒരു അവസരം കിട്ടിയതിൽ പിന്നെ നമുക്ക് ഇവരോട് പ്രത്യേകം നന്ദി പറയണം. പിന്നെ നമുക്ക് പറയാനുള്ളത്, നമ്മളെ ഗ്യാങ് അടിപൊളിയാണെങ്കിൽ ഏത് യാത്രയും, ഇപ്പോൾ മസ്കറ്റിൽ നിന്ന് ഇപ്പോൾ അമറാത്ത് പോവുകയാണെങ്കിലും ഗ്യാങ് അടിപൊളിയായാൽ മതി, നമുക്ക് ആ യാത്ര സൂപ്പറാവും. അപ്പോൾ നമ്മൾ കൂടുതലുള്ള ആൾക്കാരുടെ വൈബ് അനുസരിച്ചിരിക്കും നമ്മളുടെ യാത്രയുടെ ഓരോ മനോഹരമായിട്ടുള്ള കാര്യങ്ങൾ. കാരണം നമ്മളെ ഒരു യാത്രയിൽ ചില ആൾക്കാർ ഫോട്ടോ എടുക്കാൻ അറിയുന്നവരുണ്ടാവും, വീഡിയോ എടുക്കാൻ അറിയുന്നവരുണ്ടാവും. അങ്ങനെയൊക്കെ അറിയുന്ന ആൾക്കാരൊക്കെ നമ്മളെ കൂടെ കൂടുമ്പോൾ ആ യാത്ര, കാരണം എൻ്റെ ഫോട്ടോ എടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു ഫോട്ടോ എടുക്കണ അറിയുന്ന ആൾ കൂടെ ഉണ്ടെങ്കിൽ എൻ്റെ ഫോട്ടോ മികച്ചതാവുമല്ലോ. അപ്പം അങ്ങനത്തെ ഒക്കെ ഗ്യാങ്ങിനൊക്കെ കൂട്ടുക, മാക്സിമം വീഡിയോ ഒക്കെ എടുക്കാൻ അറിയുന്ന ആൾക്കാരെ കൂട്ടുക, അടിപൊളിയാക്കുക. ഞങ്ങൾ 1000 കിലോമീറ്റർ ഓടിയിട്ടാണ് ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. ഈ 1000 കിലോമീറ്റർ ഓടി വരാമെന്ന് പറഞ്ഞാൽ അത് നിൽക്കാതെ അല്ലേ, നമ്മൾ നിൽക്കാതാണ് നമ്മൾ ഒരേ ഇതിൽ വന്നത്. അപ്പോൾ കണ്ട കാഴ്ച, ഇപ്പോൾ ഖരീഫ് തുടങ്ങിയിട്ടുള്ളൂ, ഇപ്പോഴേ ഇങ്ങനെ, ഇനി കുറച്ചും കൂടി ആയിക്കഴിഞ്ഞാൽ പീക്കായി കഴിഞ്ഞാൽ ഇതായിരിക്കില്ല ഇവിടുത്തെ അവസ്ഥ. അതൊക്കെ കാണാൻ ഒരു പ്രാവശ്യമെങ്കിലും സലാലയിൽ വരിക, അടിച്ചു പൊളിക്കുക. നിങ്ങൾക്ക് നാട് മിസ് ചെയ്യണ്ടോ? ഇവിടെ വന്നത് മിസ് ചെയ്യില്ല. നമ്മുടെ നാട്ടിൻ്റെ ആ ഒരു സ്മെല്ലും മണ്ണിൻ്റെ മണവും വാഴത്തോട്ടവും തെങ്ങും തോപ്പും മറ്റേ വേപ്പിൻ്റെ ഉള്ള മരവും എല്ലാം ഉണ്ട് ഇവിടെ. നമ്മളിപ്പോൾ ഉള്ളത് ചേരമാൻ പെരുമാളിൻ്റെ മക്ബറയുടെ അടുത്താണുള്ളത്. അപ്പോൾ റിനോവേഷൻ എന്തോനോ വേണ്ടിയിട്ട് ഇപ്പോൾ ഈ ഒരു അവസ്ഥയിലാണുള്ളത്. അപ്പോൾ നമ്മൾ ചേരമാൻ പെരുമാളിൻ്റെ അടുത്തെത്തി. കൂടുതൽ ചരിത്രവും കാര്യങ്ങളും നമുക്ക് ആ ഉസ്താദുണ്ട്, ഉസ്താദിനോട് ചോദിക്കുക, അതായിരിക്കും ഏറ്റവും നല്ലത്. അങ്ങനത്തെ ഇൻഫർമേഷൻ ചോദിക്കുമ്പോൾ കറക്റ്റ് ആളോട് ചോദിക്കണം, അല്ലാണ്ട് നമ്മളെന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ഇത് നമ്മളിപ്പോൾ കറക്റ്റ് നമ്മുടെ നാട്ടിൽ, ഇപ്പം എൻ്റെ വീട്ടിൽ എൻ്റെ ഒരു പറമ്പിൽ നിൽക്കണ മാതിരി ഉണ്ട്. എൻ്റെ പറമ്പിൽ വാഴകളും തെങ്ങും ഇതേപോലെ ഒരു വേപ്പിൻ്റെ മരവും ഒക്കെ ഉണ്ട്. അപ്പോൾ അതേപോലൊരു ഫീലാണ് എൻ്റെ നാട്ടിലൊരു പറമ്പിൽ നിൽക്കുന്ന ഫീലാണ്. നാട്ടിലത്തെ മാതിരി തന്നെയാണ് എല്ലാം. ആ വേലി അവർ വെച്ചേക്കണതും ആ ഷീറ്റ് കൊണ്ട് മറച്ചേക്കണതും അതിൻ്റെ മേലെ മറ്റേ പുൽച്ചെടി പിടിച്ചേക്കണതും ഒക്കെ നമ്മുടെ നാട്ടിലത്തെ ഒരു വൈബാണ്. അപ്പോൾ എന്തുകൊണ്ടും നാടിൻ്റെ ഒരു റെപ്ലിക്ക, കേരളത്തിൻ്റെ റെപ്ലിക്കയാണ് സലാല എന്നെല്ലാവരും പറയുന്നത് വളരെയധികം ശരിയാണ്. അത് നിങ്ങൾക്ക് ഇങ്ങനെ കൺമുന്നിൽ ഇങ്ങനെ കാണാം. അപ്പോൾ അത്രേ ഉള്ളൂ. നമ്മളിപ്പോൾ ഉള്ളത് ഉമ്രാൻ നബി അലൈഹി സ്വലാമിൻ്റെ മക്ബറയിലാണ്.
ഹലോ ഗായ്സ്, അപ്പോൾ അങ്ങനെ നമ്മൾ തിരിച്ച് റൂമിലേക്ക് എത്തിയേക്കാണ്. എൻഡ് ഓഫ് ദ ഡേ. നമ്മളിപ്പോൾ ഡിന്നറ് ഈ പറഞ്ഞ പോലെ ഫ്രണ്ടിൻ്റെ അളിയൻ്റെ വകയായിരുന്നു. ഡിന്നർ അടിപൊളി ഡിന്നറായിരുന്നു. വെറൈറ്റി ഷോ ഒക്കെ ഉണ്ടായിരുന്നു. ദാറ്റ് വാസ് റിയലി കൂൾ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. നമുക്ക് വേണ്ടിയിട്ട് ആ മീറ്റ് 1 kg മീറ്റ് കുക്ക് ചെയ്ത് ഫയർ ചെയ്ത് പരിപാടി, എന്തൊക്കെയോ പരിപാടിയായിരുന്നു. ടേസ്റ്റ് ഉണ്ടായിരുന്നു. അവരുടെ ഒരു സ്പൈസ് ആയിരുന്നു, നമ്മുടെ സ്പൈസ് അല്ല. അതുകൊണ്ട് അത്രയും എരിവും പുളിയൊന്നുമില്ല. പക്ഷെ അവരുടെ ഒരു രീതി, അവരൊരു ടേസ്റ്റ് ഉണ്ടായിരുന്നു. അത് വെറൈറ്റി ആയിരുന്നു, നല്ല ടേസ്റ്റ് ആയിരുന്നു. പിന്നെ അത് കഴിച്ചു നമ്മൾ തിരിച്ച് റൂമിലേക്ക് എത്തിക്കുകയാണ്. നമുക്ക് ഫാം ഹൗസിൻ്റെ കാര്യം ഏകദേശം തീരുമാനമായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 2-3 ഫാം ഹൗസ് പോയിട്ട് എൻക്വയറി നടത്തി ഡീറ്റെയിൽസ് കളക്ട് ചെയ്തു. അപ്പോൾ അതൊന്ന് ഫൈനലൈസ് ചെയ്തിട്ട് നാളെ നമ്മൾ അതിൻ്റെ അഡ്വാൻസും പരിപാടിയും കാര്യങ്ങളൊക്കെ ചെയ്യും. ഈ പറഞ്ഞതുപോലെ ഒരു ഇത്രയും പേരെ അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു സ്പോട്ട് തപ്പുക എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ളൊരു കാര്യമല്ല. അതുപോലെ അവർക്ക് വേണ്ടി ഫുഡ് അറേഞ്ച് ചെയ്യുക എന്ന് പറയുന്നത് ഈസി ആയിട്ട് കാര്യമല്ല. അതൊക്കെ പ്രോപ്പർ ആ ഒരു ടൈമിന് തന്നെ കിട്ടും വേണം. എല്ലാം പക്കയായിട്ട് അറേഞ്ച് ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ എടുക്കുന്നൊരു എഫേർട്ട് ഇപ്പോൾ ഒരു അടുത്ത മാസം ലാസ്റ്റ് നടക്കാൻ പോകുന്നൊരു പരിപാടിക്ക് ഈ മാസം 1000 കിലോമീറ്റർ വണ്ടി ഓടിച്ച് സ്വയം വന്ന് കാര്യങ്ങളൊക്കെ നടത്തി എല്ലാം പക്കയാണ്, എല്ലാം കൺഫേമാണ് എന്ന് ഉറപ്പ് വരുത്തണം. അപ്പോൾ അങ്ങനത്തെ എടുക്കുന്ന എഫേർട്ട് കാര്യങ്ങളൊക്കെ ഒന്നും ചെറുതല്ല. നമ്മുടെ എൻജോയ്മെൻറ്റ് കാര്യങ്ങൾ ട്രിപ്പ് അല്ലെങ്കിൽ സ്പോട്ട് വിസിറ്റ് അതൊക്കെ അതിൻ്റെ കൂടെ നടക്കും. പക്ഷേ ഈ ഒരു സാധനം കൂടി നമ്മുടെ ഉള്ളിൽ നമ്മൾക്ക് സ്പോട്ട് ഫൈനലൈസ് ചെയ്യണം, അത് ചെയ്യണം, ഇത് ചെയ്യണം എന്നുള്ള കാര്യങ്ങളും ഒരു കൺവീനറുടെ മൈൻഡിലൂടെ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുക. അതാണ് ആസിഫ് ബ്രോ ചെയ്യുന്നത്. അപ്പോൾ നാളെ നമുക്ക് ഫാം ഹൗസ് ഫൈനലൈസ് ആവും, കൺഫേം ആവും. അതോടുകൂടി നാളത്തെ കറക്കും കഴിഞ്ഞിട്ട് നമ്മൾ വേറെ റൂട്ട് പിടിച്ചിട്ട് നാട്ടിലേക്ക് പോകാനാണ്, മസ്കറ്റിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ലെറ്റ്സ് സീ നാളത്തെ എന്തൊക്കെ പരിപാടികൾ, എവിടെയൊക്കെയാണ് സ്പോട്ട് ഒന്നും ഡിസൈഡ് ചെയ്തിട്ടില്ല. നമ്മൾ മെയിൻലി ഇപ്പോൾ വാദി ദർബാത്ത് അത് ഇവിടെയൊക്കെ പോവാണ്. പക്ഷേ അതൊന്നും പീക്ക് ടൈം ആയിട്ടില്ല. പീക്ക് ടൈം ആയാലാണ് അവിടെ പോയി കഴിഞ്ഞാൽ ആ ഒരു വിഷ്വൽ ബ്യൂട്ടി നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് നാളത്തെ കാര്യം നാളെ നോക്കി വെക്കാം, എവിടേക്കൊക്കെ നമുക്ക് പോകാൻ പറ്റും എന്നുള്ളത്. അപ്പോൾ ഇന്ന് ഇത്രേ ഉള്ളൂ.